കഴിഞ്ഞ ദിവസത്തെ ആന്റണി പെരുമ്പാവൂർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അതിൽ സാറിൻ്റെ അടുത്തൊരു വാർത്താ സമ്മേളനത്തിൽ ഏകപക്ഷീയമായാണ് ജി സുരേഷ് കുമാർ സംസാരിച്ചത്. അസോസിയേഷൻ തീരുമാനമല്ല, മറ്റ് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് അത്തരം പരാമർശങ്ങൾ നടത്തിയെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ്. അതായത് സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ മീറ്റിംഗ് നടത്തി പത്രസമ്മേളനം വിളിക്കാൻ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ എല്ലാവരും കൂടിയിരുന്ന് ആലോചിക്കുക എന്തൊക്കെയാണ് പറയേണ്ടത്, ആര് പറയണം, ആരൊക്കെയാണ് സംസാരിക്കേണ്ടതെന്ന് തീരുമാനിച്ചിട്ടേ പത്രസമ്മേളനം വിളിക്കാറ്. അല്ലാതെ എനിക്ക് ഒരു പത്രസമ്മേളനത്തിൻ്റെ ഇടയിൽ എൻ്റെ വായി തോന്നിയത് വിളിച്ച് പറയാൻ എനിക്ക് അനുവാദമില്ല. അതൊരു സംഘടനയാണ്. സംഘടനയുടെ തീരുമാനം, സംഘടന മാത്രമല്ല എല്ലാ സംഘടനകളും കൂടെയുള്ള തീരുമാനമാണ്. പ്രൊഡ്യൂസേഴ്സ്, ഫിയോക്ക്, ഫെഫ്ക, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എല്ലാവരും, അതിൻ്റെ പ്രമുഖന്മാരെല്ലാവരും അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ഫെഫ്കയിൽ നിന്ന് ബി ഉണ്ണികൃഷ്ണനും സിബി മലയിലും അവിടെ ഉണ്ടായിരുന്നു. ഫിയോക്കിൽ നിന്ന് വിജയകുമാർ ഉണ്ടായിരുന്നു. ഡിസ്ട്രിബ്യൂട്ടേഴ്സിൽ നിന്ന് സിയാദ് കോക്കർ ഉണ്ടായിരുന്നു. പിന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ പ്രസിഡൻറ്റ് ലിസ്റ്റിൻ സ്റ്റീഫൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇരുന്നിട്ടൊരു മീറ്റിങ്ങിലാണ് തീരുമാനം ഉണ്ടായത്. ആ തീരുമാനം പറയുക എന്നുള്ളത് അതിൻ്റെ ചെയർ ചെയ്ത് ആ മീറ്റിംഗ് ചെയർ ചെയ്ത് എൻ്റെ ഒരു കടമയായതുകൊണ്ട് ഞാനത് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ഇതിപ്പോൾ എൻ്റെ പുറത്ത് കയറി ചാടി വീണിട്ട് കാര്യമൊന്നുമില്ല. അപ്പം പിന്നെ ആൻ്റണി പെരുമ്പാവൂർ പോസ്റ്റ് ഇട്ടത് ശുദ്ധ കള്ളമാണ്. അതിൻ്റെ അകത്ത് വെറും കള്ളമാണ്. അതായത് ഞാൻ പറഞ്ഞിട്ടില്ല, എന്നെ ആരും ഏർപ്പെടുത്തിയിട്ടില്ല എന്നാണ് പുള്ളി അത് ഇത് കണ്ടോട്ടെ, പത്രസമ്മേളനം കണ്ടിട്ട് പുള്ളി പറയട്ടെ. അല്ലാതെ ചുമ്മാ കള്ളം എഴുതി വിടരുത്, അങ്ങനെ ചെയ്യരുത്. അതൊരു ശരിയായ നടപടിയല്ല. ഞാനും അങ്ങനെ നല്ല സുഹൃത്തുക്കളല്ലേ, അല്ലെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കാമല്ലോ ഇങ്ങനെ സാറ് പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്താണെന്നുള്ളത് വിളിച്ച് പറയാമല്ലോ. അപ്പോൾ അത് ശരിയായൊരു നടപടിയല്ല അങ്ങനെ ചെയ്തത്, അങ്ങനെ ചെയ്യാനും പാടില്ല. ഈ നടന്മാർ ആരെങ്കിലും സിനിമ നിർമ്മിച്ചാൽ അത് കേരളത്തിൽ പ്രദർശിപ്പിക്കാൻ സമ്മതിക്കില്ല എന്ന് സാർ പറഞ്ഞു. അത് അംഗീകരിക്കാൻ കഴിയില്ലെന്നൊക്കെ ഞാൻ നമ്മളതിൻ്റെ തീരുമാനത്തിൻ്റെ കാര്യം, അതിൻ്റെ കാര്യം പറയണേ, പ്രദർശിപ്പിക്കുന്ന പ്രദർശനം എൻ്റെ ഇതല്ല. ഞാൻ പ്രൊഡ്യൂസറുടെ ആളാണ്. പ്രദർശിപ്പിക്കില്ല എന്ന് പറയാൻ അതിന് പ്രാപ്തരായിട്ടുള്ളത് പ്രദർശനശാലകളുടെ ആൾക്കാരാണ്. അതിൽ വിജയകുമാർ എന്ന് പറഞ്ഞ അവരുടെ ഫിയോക്കിൻ്റെ പ്രസിഡൻ്റാണ് അത് പറഞ്ഞത്. അപ്പം അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാര്യം കാണും, ചുമ്മാ ആരെങ്കിലും പറയും. അപ്പോൾ അതെന്തെങ്കിലും കാര്യം കാണും. അതിപ്പം അവർ കൂട്ടായൊരു തീരുമാനത്തിൻ്റെ ഒരു കാര്യമാണ് അദ്ദേഹവും പറഞ്ഞത്, അല്ലാതെ അദ്ദേഹം സ്വന്തമായിട്ട് പറയുന്നതല്ല ഇത്. പിന്നെ എല്ലാം നമ്മുടെ തലയിൽ അടിച്ചു വെക്കുക എന്ന് പറയുന്നത് അതൊരു ശരിയായ നടപടിയല്ല. പോകുന്ന കാര്യമൊക്കെ സുരേഷ് കുമാർ പറഞ്ഞു. ഞാൻ അങ്ങനെ പറയാറില്ല. ഞാൻ അവിടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിലിരിക്കുമ്പോൾ നമ്മൾ അവിടെ പറയാൻ എന്താണ് തീരുമാനിച്ചത് അതേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അതിൻ്റെ വെളിയിൽ ഒരു കാര്യവും ഞാൻ പറഞ്ഞു. ഈ ചലച്ചിത്രത്തിൻ്റെ കളക്ഷൻ സാറ് പരസ്യമായി പുറത്തു വിട്ടു. അത് ബിസിനസ്സിനെ ബാധിക്കുന്ന തരത്തിലാണ്, അല്ലെങ്കിൽ തങ്ങളുടെ ബിസിനസ്സിനെ പറ്റി എന്തിനും പുറത്ത് പറയണമെന്ന ഒരു ആരോപണം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാൻ ചോദിച്ചു നോക്കട്ടെ, സിനിമ പൊതുവേ ഇവിടെ ഓരോരുത്തർ പടം പിടിക്കാൻ വരുന്നത് എങ്ങനെയാണ്? ഒരു പടം പിടിക്കാൻ വരുന്നത് വലിയ കാശ് ഇവിടുന്ന് വാരിക്കോരി കൊണ്ടുപോകാമെന്നും പറഞ്ഞാണ് വരുന്നത്. അവരെ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുവരികയാണ്. പലരെയും തെറ്റിദ്ധരിപ്പിച്ചാണ് ഇവിടെ കൊണ്ടുവരുന്നത്. സിനിമ നിർമ്മിക്കാമെന്ന് പറഞ്ഞ് വരുന്നവരൊക്കെ തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. അപ്പോൾ അവർക്കൊരു നേർവഴി കാണിച്ചു കൊടുക്കാനാണ് ഞങ്ങളുടെ അസോസിയേഷൻ ഇരിക്കുന്നത്. ഒരാൾ വരികയാണെങ്കിൽ ഈ പടം നിങ്ങൾ എടുക്കാൻ പോകുന്നത് നിങ്ങൾക്കത് പ്രശ്നങ്ങളുണ്ടാവുമെന്ന് പറഞ്ഞു കൊടുക്കണം അവർക്ക്. പിന്നെ അവരെടുത്തോട്ടെ, അതെല്ലാം വേറെ ഒന്നുമല്ല. അവർക്ക് എടുക്കണം എന്നുള്ളവർ പടം എടുക്കാൻ വരുന്നവർ എടുത്തിട്ടേ പോകത്തുള്ളൂ. പക്ഷേ ഈ പടം പൈസ മുടക്കുമ്പോൾ ഇത് തിരിച്ച് കിട്ടുമോ എല്ലാം തിരിച്ച് കയ്യിൽ നിന്ന് പോവുമോ കൈ കൊള്ളുമോ എന്നുള്ളത് നമ്മൾ അവരുടെ അടുത്ത് പറയണം. പറഞ്ഞില്ലെങ്കിൽ എന്ത് പറ്റും? നമ്മൾ അവരോട് കാണിക്കുന്ന നീതികേടാണ്. അപ്പോൾ അങ്ങനെ പറയാനുള്ളത് അവകാശം നമുക്കുണ്ട്. പിന്നെ ഇതിൻ്റെ കളക്ഷൻ വെളിവിടാനുള്ള അവകാശവും ഞങ്ങൾക്കുണ്ട്. ഇപ്പം ഞങ്ങളുടെ പുതിയ യൂട്യൂബ് ചാനൽ വരികയാണ്, വെള്ളിത്തിര എന്ന് പറഞ്ഞാൽ. എല്ലാ മാസവും ഞങ്ങൾ കണക്ക് പുറത്തുവിടും. കണക്ക് പുറത്തുവിടുന്ന ഇവർക്ക് എന്താണ് പ്രശ്നം? ഈ ഇത്രയും കാലമായിട്ട് ഇൻഡസ്ട്രിയിൽ എത്ര രൂപ ഉണ്ടായിരുന്നു, എത്ര രൂപ നഷ്ടം എന്നുള്ളത് ഈ അടുത്ത കാലത്താണ് വെളിയിൽ വരുന്നത്. അതിനു മുമ്പൊന്നും ഒരു കണക്കുമില്ല ഇൻഡസ്ട്രി, ഗവൺമെൻറ്റിനുമില്ല, ആർക്കുമില്ല. അത് ഞങ്ങൾ കണക്കുണ്ടാക്കുകയാണ്. ഇപ്പോൾ 28 പടം ഇറങ്ങിയതിൽ 2 പടം ഇപ്പം അവസാനമാണ് റിലീസ് ചെയ്തത്. നമ്മുടെ പൊന്മാനും ഒരു ജാതകവും. അതും തരക്കേടില്ലാത്ത കളക്ട് ചെയ്ത പടങ്ങളാണ്. അതിൻ്റെ കളക്ഷൻ 31-ാം തീയതി വരെയുള്ള കളക്ഷനെ ഞങ്ങൾ ഇപ്പോൾ വെളിവിട്ടുള്ളൂ. അതിനുശേഷവും അത് കളക്ട് ചെയ്തിട്ടുണ്ട്. തരക്കേടില്ലാത്ത പോയ പടങ്ങളാണ് ഇത് രണ്ടും. അതും അടുത്ത ഇതിൽ വരുമ്പോഴത്തേക്ക് ആ കളക്ഷൻ വരും. അപ്പം ഈ പടങ്ങൾ അതിൽ ഇറങ്ങിയ രേഖാചിത്രം എന്ന് പറഞ്ഞ ഒരു പടമാണ് അന്ന് ഓടിയത്. അത് ഓടിയെന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? ബാക്കിയുള്ളത് ഓടിയില്ല. പൊട്ടിയ പടങ്ങൾ പൊട്ടിയെന്ന് തന്നെ പറയണം. അത് പൊട്ടിയ പടം ഓടിയെന്ന് ഞങ്ങൾ പറയണം. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കണം, അല്ലെങ്കിൽ സിനിമ എടുക്കാൻ വരുന്നവരെ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കണം. അത് നമുക്ക് പറ്റത്തില്ല. ഇനി അത് ഞങ്ങൾ ചെയ്യത്തുമില്ല. പറയാനുള്ള കണക്ക് പുറത്തുവിടും. പിന്നെ ഇവരെ ചൊടിപ്പിച്ചത്
ഇപ്പോൾ ആൻ്റണി പെരുമ്പാവൂരൊന്നും അല്ല ഇത് പറയുന്നത്. ആൻ്റണിക്ക് ഇത് പറയാനുള്ള ഒരു ആംബിയറും ഇല്ല, ആൻ്റണി പറയത്തുമില്ല. എന്ന് വെച്ചാൽ നമുക്കെതിരെ ഒന്നും ആൻ്റണി ആവശ്യമില്ല, പറയേണ്ട കാര്യമില്ല. ഒരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെതിരെ പോലും പറയേണ്ട, അങ്ങനെ ചെയ്യുന്ന ഒരാളുമല്ല ആൻ്റണി. ആൻ്റണിയുടെ പിന്നിൽ നിന്ന് ചിലർ കളിക്കുകയാണ്, ആൻ്റണിയെ മുന്നിൽ നിർത്തി പിന്നിൽ നിന്ന് ചിലർ കളിക്കുകയാണ്. അത് ചില താരങ്ങളാണ്. അവർ മുമ്പിൽ വരട്ടെ, അപ്പം നമുക്ക് സംസാരിക്കാം. അവരെന്തിന് പിന്നിൽ ഒളിച്ചു നിന്നുകൊണ്ട് ആൻ്റണിയെ മുമ്പിൽ നിർത്തി നമുക്ക് ഇത് ചെയ്യുന്നത്? അതൊരു ശരിയായ കാര്യമല്ല. അവർക്ക് പലരെയും ബാധിക്കുന്നുണ്ട് ഇത്, അവരുടെ പ്രൊഡക്ഷനെ ബാധിക്കുന്നുണ്ട്. പല ഇൻവെസ്റ്റേഴ്സും വെളിയിൽ നിന്ന് വരുന്നവർ ചിലപ്പം ബ്രേക്ക് അടിക്കും. അപ്പം അതൊക്കെയാണ് ഇവർക്കുള്ള പ്രശ്നം. പലരും വെളിയിൽ നിന്നുള്ള പല ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവന്നാണ് ഇവിടെ ഈ പടം ചെയ്യുന്നത്. അപ്പോൾ ഈ പടങ്ങളൊന്നും ആ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്തൊക്കെ വലിയ വാഗ്ദാനങ്ങളൊക്കെ നൽകിയാണ് പലരും വരുന്നത്. അതൊക്കെ ചിലപ്പോൾ പൊളിഞ്ഞു പോയെന്നിരിക്കും. അതൊക്കെ നമുക്ക് സത്യം പറയാതിരിക്കാൻ ഒക്കില്ല. ഇപ്പം 100 കോടി ക്ലബ്ബെന്ന് പറയുന്നത്, 100 കോടി ക്ലബ്ബിൽ കളക്ട് ചെയ്ത് 100 കോടി കളക്ട് ചെയ്ത ഒരു പടം ആരെങ്കിലും കാണിച്ചിട്ട്, കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഗ്രോസ് കളക്ഷനല്ല. വല്ലവർക്കും കിട്ടുന്ന, ഗവൺമെൻറ്റിന് കിട്ടുന്ന പൈസയും കൂടെ നമ്മുടെ അക്കൗണ്ടിൽ എഴുതാനൊക്കില്ലല്ലോ. എക്സിബിറ്ററിന് കിട്ടുന്ന പൈസ നമ്മുടെ അക്കൗണ്ടിന് എഴുതാനൊക്കും. നമ്മുടെ കണക്ക് ബുക്കിൽ എത്ര വരും എന്നുള്ളതാണ് നമ്മുടെ കണക്ക്. അപ്പോൾ പ്രൊഡ്യൂസറിന് കിട്ടുന്ന ഷെയർ 1 രൂപ കളക്ട് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസറിന് കിട്ടുന്ന 30 പൈസയാണ്. അല്ലെങ്കിൽ 25-നും 30-നും അടയ്ക്കുള്ളൂ. പബ്ലിസിറ്റിയും കൂടെ കുറച്ചാൽ ഒരു 27 പൈസ പ്രൊഡ്യൂസറിന് വരത്തുള്ളൂ. ഇതൊരു സത്യമാണ്. ഈ സത്യം ഞങ്ങൾക്ക് പറയാൻ പാടില്ലേ? പിന്നെ ഈ താരങ്ങളെ പേടിച്ച് ഞങ്ങൾ ഉണ്ടായിരിക്കണം, അതൊക്കെ അങ്ങ് വേറെ പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് ഇവരെ ആരെയൊന്നും പേടിയൊന്നുമില്ല. അമ്മയ്ക്കെതിരാണ് എന്ന തരത്തിലാണ് അമ്മ ഇപ്പോൾ നാദനില കളരിയാണ് എന്ന്. താരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അമ്മയല്ലല്ലോ ഉദ്ദേശിച്ചത്. അമ്മ എന്ന് പറഞ്ഞാൽ സംഘടനയായിട്ട് ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. അമ്മ നമ്മളെ ഒത്തിരി സഹായിച്ചും. ഇപ്പോൾ മോഹൻലാൽ അമ്മയുടെ പ്രസിഡൻ്റ് ആയിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഷോ ഒക്കെ ചെയ്തത്. അമ്മയായിട്ട് ഞങ്ങൾക്കൊരു വിഷയമല്ല. അമ്മയായിട്ട് ഞങ്ങൾക്ക് എന്ത് പ്രശ്നം? ഇതിൻ്റെ അകത്തൊരു 10-40 പേർക്കേ അമ്മയ്ക്കകത്ത് ജോലിയുള്ളവരുള്ളൂ, അല്ലെങ്കിൽ 50 പേര് കാണുമായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ വലിയ പ്രശ്നത്തിലാണ്. അമ്മയ്ക്കും വലിയ പ്രശ്നങ്ങളുണ്ട്, അമ്മയ്ക്കകത്തും പ്രശ്നങ്ങളുണ്ട്. പ്രൊഡ്യൂസേഴ്സിനകത്ത് ഇപ്പോൾ എത്ര പ്രൊഡ്യൂസേഴ്സ് ഇവിടെ പടം എടുക്കുന്നുണ്ട്? നിങ്ങൾ എണ്ണയൊക്കെ ഒരു 10 പേര് കാണും ഇവിടെ പടം എടുക്കുന്നത്. ബാക്കി ഒറ്റ ആൾക്കാർക്കും പടം എടുക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. അത് തന്നെയാണ് അമ്മയിൽ അഭിനയിക്കാൻ ചാൻസ് ഇല്ലാത്ത എത്രയോ പേര് ഇരിക്കുന്നു, പാവപ്പെട്ട എത്രയോ പേരുണ്ട്. അപ്പം അമ്മയായിട്ട് ഞങ്ങൾക്ക് വിഷയങ്ങളൊന്നുമില്ല. അമ്മയായിട്ട് ഞങ്ങൾ ഒരു രീതിയിലും ഞങ്ങളൊരു ടഗ് ഓഫ് വാർ പോയിട്ടില്ല. ഇവിടുത്തെ ചില സൂപ്പർ താരങ്ങളും ചില താരങ്ങളുമായിട്ടാണ് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. അവർ ചെയ്യുന്ന രീതികൾ അവർ മാറ്റണമെന്നേ നമ്മൾ പറയുന്നുള്ളൂ. അത് മാറ്റാൻ എന്താണ് തെറ്റ്, പ്രശ്നം? ഈ പലരും ഉയർന്ന പ്രതിഫലം വാങ്ങുന്നു എന്നതായിരുന്നു ആദ്യം പറഞ്ഞത്. അതിനെ പിൻപറ്റിയാണ് പിന്നെ വിവാദങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ അതാണോ ഇവരെയൊക്കെ ചോദിപ്പിച്ചതിന് കാരണം? അല്ല, പ്രതിഫലം വാങ്ങിക്കുമ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, പ്രതിഫലം വാങ്ങിക്കുമ്പോൾ ആ പ്രൊഡ്യൂസറിനും എന്തെങ്കിലും കിട്ടണ്ടേ? ഇപ്പം നിങ്ങൾ പടം എടുത്താൽ നിങ്ങൾക്ക് ഞാനൊരു പ്രതിഫലം തരണം. ആ പ്രതിഫലത്തിൻ്റെ ഒരു 4/1 ആ പ്രൊഡ്യൂസറിന് കിട്ടണ്ടേ? അതും കിട്ടുന്നില്ല. അവർ പ്രതിഫലവും വാങ്ങിച്ചുകൊണ്ട് പോകും. എങ്കിലിപ്പം ഒരു തിരിച്ചെന്തെങ്കിലും ചെയ്യാൻ ആയിട്ട് രണ്ടാമതൊരു ഡേറ്റ് കൊടുക്കാനായിട്ടുള്ളൊരു സംവിധാനം അവരുണ്ടാക്കണം. പണ്ടൊക്കെ അതുണ്ടായിരുന്നു. ഒരാൾ പൊട്ടിയിരുന്നു. ഇപ്പം ഞാൻ അറിഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പം ടൊവിനോ ആ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞ പ്രൊഡ്യൂസറിന് വീണ്ടും ഒരു കാര്യം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. ഒരു പടം അദ്ദേഹം ചെയ്തു കൊടുക്കാമെന്ന് ആ പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് പറഞ്ഞ് അദ്ദേഹം സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അതൊരു വലിയ കാര്യമാണ്. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണം ഇവരൊക്കെ. അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അതല്ലേ ഒരു നല്ലൊരു സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിച്ച് പോകാൻ പറ്റുന്നത്. ഒരു പ്രൊഡ്യൂസർ പോയാൽ അയാൾ കടപൂട്ടി പോകുന്ന രീതിയിലേക്ക് വരരുത്. കടപൂട്ടി പോയാലും കുഴപ്പമില്ല, അയാളുടെ വീടും വിറ്റ് ഭാര്യയുടെ കെട്ടുതാലി വരെ വിറ്റ് പോകുന്ന ഒരു രീതിയിലേക്ക് സിനിമ വരരുത് എന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇതൊരു ചർച്ചയുടെ തുടക്കമാണ്. ഇത് വരട്ടെ, വന്ന് കാര്യങ്ങൾ സംസാരിക്കുക എല്ലാവരും കൂടെ. അല്ലാതെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വിരോധമായിട്ട് എടുത്തിട്ട് കാര്യമില്ല. ഇതൊരു വലിയൊരു ഇൻഡസ്ട്രിയാണ്. ആ ഇൻഡസ്ട്രിക്കകത്ത് എല്ലാവരും സൗഹൃദപരമായിട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്. പണ്ട് മുതലേ ഇത് അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചോട്ടെ, ഈ ആർട്ടിസ്റ്റുകളൊക്കെ എന്നാണ് പ്രൊഡക്ഷൻ തുടങ്ങിയത്? കോവിഡിൻ്റെ സമയം കഴിഞ്ഞ ഉടനെയാണ് പ്രൊഡക്ഷൻ. അതിനു മുമ്പ് ആരെങ്കിലും പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ? മോഹൻലാൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ദിലീപ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് എന്ന് വെച്ചാൽ ഇത് മുഴുവൻ കണ്ടത് OTT എന്ന് പറയുന്ന ഒരു റവന്യൂ കണ്ടുകൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത്. അതിവിടെ തകർന്നു. ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാനും പ്രൊഡ്യൂസേഴ്സ് കിടന്ന് ബഹളം ഉണ്ടാക്കാനും ഒക്കെ കാര്യം എന്താണ്? OTT എന്ന് പറയുന്ന ഒരു വലിയൊരു മല ഇടിഞ്ഞ് താഴെപ്പോയി. വലിയ കളക്ഷൻ ഉണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു. വലിയൊരു കളക്ഷനല്ല, വലിയൊരു രീതിയിലൊരു പൈസ വന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് ആദ്യം നമുക്ക് വന്നുകൊണ്ടിരുന്ന സാറ്റലൈറ്റിൻ്റെ പൈസയായിരുന്നു. അന്ന് ഇതുപോലെ കുറേ പടങ്ങൾ വന്ന് കുറേ പടങ്ങൾ പൊട്ടിപ്പോയി. സാറ്റലൈറ്റിൽ കുറേ പൈസ ഉണ്ടാക്കിയ ആൾക്കാർ. OTT വന്നപ്പോഴത്തേക്ക് OTTയുടെ സമയത്ത് നല്ല രീതിയിൽ പൈസ കിട്ടിക്കൊണ്ടിരുന്നു. 42-50 ലക്ഷം രൂപ, 42 ലക്ഷം രൂപയ്ക്ക് 45 ലക്ഷം രൂപ വരെ പൊക്കോണ്ടിരുന്ന OTT പ്ലാറ്റ്ഫോമിൻ്റെ കാശ് ഇപ്പം നേരെ ഇടിഞ്ഞ് കുത്തി താഴെ പോരുകയാണ്.
ഇപ്പോൾ അവർ പറയുന്ന റേറ്റിൽ പടം എടുക്കുന്നുള്ളൂ. പിന്നെ അവരുടെ പേയ്മെൻറ്റ് കിട്ടുന്നത് തന്നെ എങ്ങനെയാണ്? 5-6 മാസം കഴിഞ്ഞിട്ടാണ്, ഓരോ മാസമായിട്ടാണ് അവരുടെ പേയ്മെൻറ്റ്. അവരങ്ങനെ തരത്തുള്ളൂ. ഇപ്പോൾ ഞാനെടുത്ത കഴിഞ്ഞ പടത്തിലും എനിക്ക് പേയ്മെൻറ്റ് തന്ന 6 മാസം കൊണ്ടാണ് അവർ പേയ്മെൻറ്റ് തരുന്നത്. അവരുടെ രീതി അതാണ്. അപ്പോൾ ഈ 6 മാസം കൊണ്ട് പൈസ കിട്ടിയാൽ എങ്ങനെ മുതലാവും എന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ ഫൈനാൻസ് എടുത്തൊരു പടം ചെയ്യുമ്പോൾ ആ ഫൈനാൻസറെ സെറ്റിൽ ചെയ്യണം റിലീസിന് മുമ്പ്. ആ റിലീസിന് മുമ്പ് സെറ്റിൽ ചെയ്യുമ്പോൾ ഈ പൈസയൊക്കെ കൂടെ കണ്ടുകൊണ്ടാണ് എല്ലാവരും പടം എടുക്കാൻ പറ്റുന്നത്. ഇപ്പോൾ സെറ്റിൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ചില പടങ്ങൾ അവർ മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം മാർച്ചിൽ റിലീസ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ റിലീസ് ചെയ്യേണ്ട പടം ജൂണിലേക്കാക്കി. അപ്പം അവർ പറയുന്നതനുസരിച്ച് നമ്മളിപ്പോൾ സിനിമ ചെയ്യേണ്ട ഒരു ഗതികേടിലാണ്. അങ്ങോട്ട് മാറ്റി വെക്കേണ്ടി വരും. എന്ന് വെച്ചാൽ അവരപ്പോഴേ ഒരു പൈസ പമ്പ് ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പോൾ ഈ 4 മാസം ഈ പ്രൊഡ്യൂസറുടെ ഈ ഇൻട്രസ്റ്റ് വീണ്ടും കൂടുകയാണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുകയാണ്. വലിയ തോതിൽ ഇപ്പോൾ എല്ലാവരും വലിയ പൈസ വെച്ചിട്ടല്ല പടം ചെയ്യുന്നത്. അതാണ് ഇവരുടെ തെറ്റിദ്ധാരണ. ഈ എല്ലാവരുടെയും ജനങ്ങളുടെയൊക്കെ വിചാരം ഈ പ്രൊഡ്യൂസർമാരെന്ന് പറയുന്നത് വലിയ ചാക്കി കെട്ടി പൈസ കൊണ്ടുവരുന്നത്. കഷ്ടമാണ് എല്ലാവരുടെയും കാര്യം. ഞാൻ പറയണമെന്ന് വെച്ചാൽ 555 സിഗരറ്റിൻ്റെ പാക്കറ്റിൽ ബീഡി ഇട്ടുകൊണ്ട് നടക്കുന്നതാണ് നമ്മുടെ പ്രൊഡ്യൂസർമാർ. അങ്ങനത്തെ ഗതികേടിലാണ് ഉള്ളത്. കഷ്ടമാണ്. പക്ഷെ അവർ എന്നിട്ടും ഇതിനോടൊരു താല്പര്യം തോന്നിയിട്ട് എവിടുന്നെങ്കിലും പൈസ കടം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഒരു സിനിമ ചെയ്യുമ്പോഴത്തേക്ക് ആ സിനിമയ്ക്കകത്ത് റവന്യൂ വരുന്നില്ല എന്ന് പറയുന്നിടത്താണ് നമ്മൾ ഈ ബഹളം ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? റവന്യൂ കൂടിയിരുന്ന സമയത്ത് ഇവർ വലിയ കാശ് വാങ്ങിച്ചുകൊണ്ടിരുന്നു. റവന്യൂ കുറയുമ്പോൾ അവർ അതനുസരിച്ച് കുറയ്ക്കണ്ടേ? ഞാനൊരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ ഞാനും നിങ്ങളും തമ്മിൽ പടം ചെയ്യുമ്പോൾ എനിക്കും കൂടെ എന്തെങ്കിലും കിട്ടും എന്നല്ലേ ചോദിക്കണ്ടേ? ഞാൻ മുഴുവൻ നഷ്ടം സഹിച്ചോണമെന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ലാഭം കിട്ടിയാൽ നമ്മൾ കൊടുക്കാം, നഷ്ടം വരുമ്പോൾ അവരും സഹിക്കണം. അതേ നമ്മൾ പറയുന്നുള്ളൂ. അതിനെന്താണ് തെറ്റ്? ഈ ആന്റണി പെരുമ്പാവൂരിന് പിന്നിൽ വേറെ പലരുമുണ്ട് എന്ന് തന്നെയാണ് സാർ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആൻ്റണി ഇതൊന്നും സംസാരിക്കുന്ന ആളല്ല, അങ്ങനെ ഒരു ആളേ അല്ല ആൻ്റണി. എനിക്ക് ആൻ്റണി എത്രയോ കാലം മുമ്പ് അറിയാം. ആൻ്റണി മോഹൻലാലിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ വരുന്ന സമയം മുതൽ എനിക്ക് ആൻ്റണി അറിയാവുന്നതാണ്. അപ്പോൾ ആൻ്റണി അങ്ങനെയൊന്നുമല്ല. ആൻ്റണി ആരോ പിന്നിൽ നിന്ന് ആൻ്റണിയെ ഇത് ചലിപ്പിക്കുകയാണ്, അല്ലാതെ വേറെ ആരുമല്ല.